അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാം അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ വഹബീബിനാ മുഹമ്മദിൻ വആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വഅലാ മൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. പ്രിയ സഹോദരങ്ങളെ, ഇന്നത്തെ ദർസിൽ നാം ഗൗരവം കാണാതെ പോകുന്ന, എന്നാൽ പരലോകത്ത് അതിലൂടെ വലിയ അപകടമുണ്ടാകുന്ന ഒരു വിഷയത്തെ സംബന്ധിച്ച് സൂചിപ്പിക്കുവാനാണ് ഇൻഷാ അള്ളാഹ് ഉദ്ദേശിക്കുന്നത്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ താക്കീത് നൽകിയ മുഹഖറാത്തു ദുനൂബ്, അഥവാ പാപങ്ങളിൽ നിങ്ങൾ നിസ്സാരമായി കാണുന്ന കാര്യങ്ങൾ. അത് വലിയ ഗൗരവമില്ല എന്ന് നമ്മൾ വിചാരിക്കും, പക്ഷേ അത് ഒരാളെ നശിപ്പിക്കും. നമുക്കറിയാം, അല്ലാഹു സുബ്ഹാനഹു വ തആല ആരാധനകൾ നിശ്ചയിച്ചത് അള്ളാഹുവിന് തഖ്വയുള്ളവരായി തീരാൻ വേണ്ടിയാണ്. യാ അയ്യുഹന്നാസു ഉബ്ദു റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. തൗഹീദ് സ്വീകരിക്കുന്നത് എന്തിനാണ്? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാകാൻ വേണ്ടി. പരിശുദ്ധ റമളാൻ മാസത്തിൽ അള്ളാഹു നോമ്പ് നിർബന്ധമാക്കി. എന്തിനാണത്? കുത്തിബ അലൈക്കുമുസ് സിയാം കമാ കുത്തിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാകുവാൻ വേണ്ടി. എന്താണ് തഖ്വ? ഒരുപാട് നിർവചനങ്ങളുണ്ട്. ഒറ്റ വാക്കിൽ പറയാം, നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കുമാണ് തഖ്വ എന്ന് പറയുന്നത്. നിങ്ങൾ സൂക്ഷിക്കുവാൻ വേണ്ടി. എന്തിനെ സൂക്ഷിക്കുവാൻ വേണ്ടി? നരകത്തെ സൂക്ഷിക്കാൻ വേണ്ടി. എന്ന് പറഞ്ഞാൽ നരകശിക്ഷയിൽ നമ്മൾ അകപ്പെട്ടുകൂടാ, അതിൽ നിന്ന് രക്ഷപ്പെടണം. അതിലൊരു സൂക്ഷ്മത, അതിനാണ് തഖ്വ എന്ന് പറയുന്നത്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല തിന്മകളിൽ വലുതിനെ മാത്രമല്ല പരിഗണിക്കുന്നത്, പിന്നെയോ പരിശുദ്ധ ഖുർആനിൽ കാണാം, വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറഹ്. ആരാണോ മിസ്ഖാല് ദർറത്ത് ഷർറ് ചെയ്യുന്നത്, മിസ്ഖാല് ദർറത്ത് എന്ന് പറഞ്ഞാൽ കാണാൻ പോലും പറ്റാത്ത അത്രയും ചെറിയ ആറ്റത്തിന് വരെ മിസ്ഖാല് ദർറ എന്ന് പറയും, അല്ലെങ്കിൽ കടുക് മണിയോളം, ഉറുമ്പിൻ്റെ അത്രയും ചെറിയ തെറ്റാണെങ്കിലും യറഹു എന്നാണ് പറഞ്ഞത്. അത് കണ്ടെത്തും, അതിൻ്റെ ശിക്ഷ കണ്ടെത്തും. ഇപ്പോൾ പല ആളുകളും ധരിച്ചിട്ടുള്ളത്, ഞാൻ വലിയ വലിയ പാപങ്ങളൊന്നും ചെയ്യുന്നില്ലല്ലോ, ഇത് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അല്ലേ. മിസ്ഖാല് ദർറത്ത് ഷർറാണോ യറഹു, അത് കണ്ടെത്തുക തന്നെ ചെയ്യും. പലതും മനുഷ്യന് നിസ്സാരമായിരിക്കും, റബ്ബിൻ്റെ അടുത്തത് വലിയ കാര്യമുള്ളതാണ്. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൻ നൂറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇത് തലഖൗനഹു ബിഅൽസിനതികും, പറയാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ നിങ്ങളുടെ നാവുകൊണ്ട് നിങ്ങൾ പ്രചരിപ്പിച്ചപ്പോൾ, വതഖൂലൂന ബിഅഫ്വാഹിക്കും, വായ കൊണ്ട് നിങ്ങൾ ഇങ്ങനെ പറയുന്നു, മാ ലൈസ ലക്കും ബിഹി ഇൽം, നിങ്ങൾക്കതിനെക്കുറിച്ച് ഒരറിവുമില്ല, നിങ്ങൾ പഠിച്ചിട്ടില്ല, മനസ്സിലാക്കിയിട്ടില്ല, ശ്രദ്ധിച്ചിട്ടില്ല, അന്വേഷിച്ചിട്ടില്ല, എന്നാലും നിങ്ങൾ നാവ് കൊണ്ട് പറയുന്നു, മറ്റുള്ളവർക്കിടയിൽ പ്രചരിപ്പിക്കുന്നു. വതഹ്സബൂനഹു ഹയ്യിന, നിങ്ങൾ വിചാരിക്കുന്നു അതൊന്നും വലിയൊരു വിഷയമൊന്നുമല്ല, ഒക്കെ ചെറിയ നിസ്സാരമായ കാര്യമാണ്. വഹുവ ഇൻദല്ലാഹി അലീം, അള്ളാഹുവിൻ്റെ അടുക്കൽ പക്ഷേ അത് ചെറുതല്ല, വലിയ കാര്യമാണ്. എന്ന് പറഞ്ഞാൽ ഗീബത്ത് പറയരുത്, നമീമത്ത് പറയരുത്, ആളുകളെക്കുറിച്ച് അറിവില്ലാതെ സംസാരിക്കരുത്, ഒരാളെക്കുറിച്ച് മറ്റൊരാൾക്കൊരു ഇൻഫർമേഷൻ ആ നിലക്ക് നമ്മൾ പങ്കുവെക്കാനും പാടില്ല. നിസ്സാരമെന്ന് നിങ്ങൾ കരുതും, പക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കൽ അത് വലിയ ഗൗരവമുള്ള വിഷയമാണ്. സൂറത്തു സ്വഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു, ഈമാനുള്ളവരെ, ലിമ തഖൂലൂന മാ ലാ തഫ്അലൂൻ, നിങ്ങൾ എന്തിനാണ് പ്രവർത്തിക്കാത്തത് പറയുന്നത്? എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ചെയ്യും എന്നൊരാൾക്ക് നിങ്ങളൊരു വാക്ക് കൊടുക്കുന്നു, പക്ഷേ നിങ്ങളത് വാക്ക് കൊടുത്തു എന്നല്ലാതെ നിങ്ങളത് പരിഗണിക്കുന്നേ ഇല്ല, നിങ്ങളത് ശ്രദ്ധിക്കുന്നത് തന്നെയില്ല. അങ്ങനെ ഒരു വാക്ക് കൊടുത്തത് നിങ്ങൾക്ക് ഓർമ്മ തന്നെയില്ല. നാം വിചാരിക്കുന്നത് ചെറിയ കാര്യമാണ്. എത്രത്തോളം മക്കൾക്ക് വരൂ ഒരു മുട്ടായി തരാം എന്ന് പറയുന്നത് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങൾ അങ്ങനെ വെറുതെയാണോ പറയുന്നതെങ്കിൽ ഒരു കളവ് രേഖപ്പെടുത്തപ്പെടുന്നതാണ്. കുട്ടി അടുത്തേക്ക് വരാൻ വേണ്ടി പറയണോ, ഒരു സാധനം തരാം, വന്നു കഴിഞ്ഞാൽ ഒന്നും കൊടുക്കൂല. ഇങ്ങനെയുള്ള വാക്കുകൾ പോലും കളവായി രേഖപ്പെടുത്തപ്പെടും. അള്ളാഹു ചോദിക്കാണ്, ലിമ തഖൂലൂന മാ ലാ തഫ്അലൂൻ,
നിങ്ങൾ പ്രവർത്തിക്കാത്തത് എന്തിനാണ് പറയുന്നത്? കബുറ മഖ്തൻ ഇൻദല്ലാഹ്. ഗളബിനേക്കാൾ ശക്തി കൂടിയതാണ് മഖ്ത് എന്ന് പല പണ്ഡിതന്മാരും. കബുറ മഖ്തൻ ഇൻദല്ലാഹ്, അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ ഗൗരവമുള്ളതാണ്, കോപമുള്ളതാണ്. അൻ തഖൂലു മാ ലാ തഫ്അലൂൻ, നിങ്ങൾ പ്രവർത്തിക്കാത്തത് പറയുക എന്നുള്ളത്. അപ്പോൾ മനുഷ്യർ നിസ്സാരമായി കരുതുന്ന കാര്യങ്ങൾ നിശ്ചയമായും റഹ്മാനായ റബ്ബിൻ്റെ അടുക്കൽ വളരെ ഗൗരവമുള്ളതാണ്. അതുകൊണ്ടാണ് ഖിയാമത്ത് നാളിൽ മനുഷ്യൻ്റെ കർമ്മരേഖ കാണുമ്പോൾ മനുഷ്യർ പറയുന്നൊരു വാക്ക് സൂറത്തുൽ കഹ്ഫിലെ 49 എന്താണത്? യാ വൈലതന മാലി ഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. ഞങ്ങളുടെ നാശമേ, ഇതെന്തൊരു കിതാബാണ്, ചെറുതും വലുതുമായ ഒന്നും ഇത് വിട്ടുപോയിട്ടില്ല. ലാ യുഗാദിറു സഗീറ, സഗീറത്ത് ചെറുത്, അല്ലാതെ വലുത് മാത്രമല്ല എഴുതി വെച്ചത്. വലാ കബീറ, വലുതും എഴുതി വെച്ചിട്ടുണ്ട്, ചെറുതും എഴുതി വെച്ചിട്ടുണ്ട്, എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ഇതെന്തൊരു കിതാബാണ്, കാര്യം പോക്ക് തന്നെ എന്ന് മനുഷ്യൻ അന്ന് പറയുമെന്ന്. സൂറത്തു ഖാഫിൽ 17-18 അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇദ് യതലഖൽ മുതലഖിയാനി അനിൽ യമീനി വഅനിശ് ശിമാലി ഖഈദ്. ഏറ്റെടുക്കുന്ന രണ്ടാളുകൾ വലതുഭാഗത്തും ഇടതുഭാഗത്തും ഇരുന്ന് നിങ്ങളുടെ കർമ്മങ്ങളെ നോട്ട് ചെയ്യാണ്. ലെഫ്റ്റിലുണ്ട് റൈറ്റിലുണ്ട്, 2 മലക്കുകളുണ്ട്, ലെഫ്റ്റിലും റൈറ്റിലുമുണ്ട്, എഴുതിക്കൊണ്ടിരിക്കും. എന്തൊക്കെ? മാ യൽഫിളു മിൻ ഖൗലിൻ, ഒരു ഖൗലിൽ ലഫ്ളായി വന്നാൽ, വാക്കായി നാവിലൂടെ പുറത്തു വന്നാൽ അപ്പോൾ എഴുതി വെക്കും. മആദല്ലാഹ്, ഒരു വാക്ക് യൽഫിളു എന്നാണ്, ലഫള യൽഫിളു, നാവിൽ നിന്നൊരു ശബ്ദം കൊണ്ട് വന്നാൽ അപ്പോൾ അതിൻ്റെ അർത്ഥം അങ്ങ് എഴുതി വെക്കും. അതൊരു മൂളലാണെങ്കിലും അതൊരു വാക്കിൻ്റെ അർത്ഥം സൂചിപ്പിക്കുന്ന മൂളലാണെങ്കിൽ അതുപോലെ എഴുതി വെക്കും എന്ന് ഉലമാക്കൾ. ഞരക്കം എഴുതി വെക്കും, കണ്ണുകൊണ്ടുള്ളൊരു കട്ടുനോട്ടം, കൃഷ്ണമണി ഒന്ന് വലത്തോട്ടോ ഇടത്തോട്ടോ മേലോട്ടോ താഴോട്ടോ തിരിച്ചു ഒരു ലാംഗ്വേജാണ് കൈമാറിയതെങ്കിൽ എഴുതി വെക്കും. ഇല്ലാ ലദൈഹി റഖീബുൻ, എന്താ വാക്ക്? റഖീബ് എന്ന് പറഞ്ഞാൽ സൂക്ഷ്മമായി, റഡാർ എങ്ങനെയാണോ ക്യാമറയിൽ ഒപ്പിയെടുക്കുന്നത് അതേപോലെ, അതാണ് റഖീബ്. വിട്ടുപോകലോ ഒന്നുപോലും. അതീദ്, തയ്യാറായി നിൽക്കുന്ന. അതീദ് എന്ന് പറഞ്ഞാൽ റെഡിയായി, റഖീബായി. അവിടെ ഉറക്കം ഇല്ല, അശ്രദ്ധയില്ല, മയക്കമില്ല. ഈ വ്യക്തിയെ നോട്ട് ചെയ്തുകൊണ്ട്, വാക്കുകൾ വരെ എഴുതിയെടുത്തുകൊണ്ട്, പ്രവർത്തനങ്ങൾ വരെ എഴുതിയെടുത്തുകൊണ്ട്, ചലനങ്ങൾ വരെ ഒപ്പിയെടുത്തുകൊണ്ട് അതങ്ങനെ രേഖപ്പെടുത്തപ്പെടുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ. ഇബ്നു മാജ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്നു. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, ഖാല ലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ എന്നോട് പറഞ്ഞു, യാ ആയിഷത്തു, ആയിഷ, ഇയ്യാകി വ മുഹഖറാത്തിൽ അഅമാൽ. ആയിഷ, നീ ഗൗരവം കുറഞ്ഞ തെറ്റുകളെ, പ്രവർത്തനങ്ങളെ ശ്രദ്ധിക്കണം. അത് വലിയൊരു വിഷയമല്ല എന്ന് കരുതുന്നതിനെ ശ്രദ്ധിക്കണം. എന്താ കാരണം? ഫഇന്ന ലഹാ മിനല്ലാഹി ത്വാലിബാ, അള്ളാഹുവിൽ നിന്ന് ഒരാൾ അത് നോട്ട് ചെയ്യാൻ പ്രത്യേകമുണ്ട്. ഇപ്പം ചെറുതാണ്, അള്ളാഹു കാണുന്നില്ല എന്ന് വിചാരിക്കരുത്. ചെറിയ കാര്യങ്ങൾ മലക്കുകൾ എഴുതുന്നില്ല എന്ന് വിചാരിക്കരുത്. മുഹക്കറാത്തായ അഅമാൽ രേഖപ്പെടുത്താൻ അള്ളാഹുവിൽ നിന്നൊരു താലിബ് വേറെ തന്നെ ഉണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലെങ്കിൽ ആ മലക്കുകൾ തന്നെ സഗീർ പോലും വിടുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നാം ചെറിയ ചെറിയ പാപങ്ങളെയാണ് വലിയ പാപങ്ങളെക്കാൾ സൂക്ഷിക്കേണ്ടത്. എന്തുകൊണ്ട്? വിശദീകരിക്കുമ്പോൾ മനസ്സിലാകും. ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇയ്യാകും വ മുഹഖറാത്തി ദുനൂബ്, നിങ്ങൾ ഗൗരവം കുറഞ്ഞ പാപങ്ങളെ ശ്രദ്ധിക്കണം, നിങ്ങൾ പരിഗണിക്കാത്ത തെറ്റുകളെ ശ്രദ്ധിക്കണം. ഫഇന്നഹുന്ന യജ്തമിഅന അലർ റജുൽ, അതൊരു വ്യക്തിയിൽ ഇങ്ങനെ അടിഞ്ഞുകൂടും. ഹത്താ യുഹ്ലിക്നഹു, അവസാനം ആ വ്യക്തിയെ തന്നെ അത് നശിപ്പിച്ചു കളയും. ചെറിയ ചെറിയ തെറ്റുകൾ ഒരാളെ ഹലാക്കിലേക്ക് കൊണ്ടുപോയി എത്തിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട്
അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, വഇന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദറബ ലഹുന്ന മസല. അള്ളാഹുവിൻ്റെ റസൂൽ അതിന് മനോഹരമായൊരു ഉദാഹരണം പറഞ്ഞു തന്നു. നല്ലൊരു ഉദാഹരണം, നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും. എന്താണത്? കമസലി ഖൗമിൻ നസലു അർള ഫലാത്തിൻ ഫഹളറ സനീഉൽ ഖൗമി ഫജഅല الرجل ينطلق فيجيء بالعود والرجل يجيء بالعود حتى جمعوا سوادا فأججوا نارا وأنضجوا ما قذفوا فيها. ഒരു യാത്രാ സംഘം മരുഭൂമിയിൽ ഒരിടത്തിറങ്ങി. ഭക്ഷണം പാചകം ചെയ്യാനുള്ള സമയമായി, വിറകില്ല. അപ്പോൾ ഓരോരുത്തരും പലയിടങ്ങളിലേക്ക് ചെതറിപ്പോയി. എന്നിട്ട് ഒരാൾ ഒരു കൊള്ളി കൊണ്ടുവന്നു. ഒരു കൊള്ളി കൊണ്ട് ഇത് പാചകം ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോഴതാ മറ്റൊരാൾ ഒരു ചെറിയ കൊള്ളി കൂടി കൊണ്ടുവന്നു. അവസാനം കൊണ്ടുവന്നപ്പോൾ വലിയൊരു വിറകിൻ്റെ കൂമ്പാരമായി. അങ്ങനെ അവർ അവരുടെ ഭക്ഷണം പാചകം ചെയ്തു. ആ ഒരൊറ്റ കൊള്ളി കൊണ്ട് ആ ഭക്ഷണം, ആ മാംസം വേവുകയില്ല. പക്ഷേ ഇത് ഒരുപാടെണ്ണം കൂടിയപ്പോൾ അത് വേകുന്ന വലിയൊരു തീയായി മാറി. ഇതുപോലെ ചെറിയ ചെറിയത് കൂടി 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 വലിയ തീയായി മാറും. പരലോകത്തത് നിങ്ങളെ നശിപ്പിക്കും. നരകാഗ്നിയിൽ വെന്തുപോകാൻ അത്തരം ചെറിയ പാപങ്ങൾ മതി എന്ന വ്യക്തമായ സൂചനയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ഇന്നൽ അബ്ദ ലയതകല്ലമു ബിൽ കലിമത്തി മിൻ റിദ്വാനില്ലാഹ്. ഒരടിമ അള്ളാഹുവിൻ്റെ റിദ്വാനിൽപ്പെട്ട ഒരു വാക്ക് പറയും, ലാ യുൽഖീ ലഹാ ബാലൻ, വലിയ ഗൗരവമൊന്നും കൊടുത്തിട്ടില്ല ആ വ്യക്തി. യർഫഉല്ലാഹു ബിഹാ ദറജാത്തിൻ, ആ വാക്ക് കൊണ്ട് അള്ളാഹു ഒരുപാട് ദറജകൾ വർദ്ധിപ്പിച്ചു കൊടുക്കും. എന്നാൽ വ ഇന്നൽ അബ്ദ ലയതകല്ലമു ബിൽ കലിമത്തി മിൻ സഖത്തില്ലാഹ്, അള്ളാഹുവിന് ദേഷ്യമുണ്ടാക്കുന്ന ഒരു വാക്ക് ഒരടിമ പറയും, ലാ യുൽഖീ ലഹാ ബാലൻ, അയാൾ അതിനത്ര ഗൗരവമൊന്നും കൊടുത്തിട്ടില്ല, അത് തമാശയാണെന്നുള്ള നിലക്കാണ്. പലരും ദീനിനെ തമാശയാക്കുന്നവരെ കാണാം. തമാശയുടെ സബ്ജക്റ്റ് തന്നെ ദീനാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, റഹ്മാനായ റബ്ബിന് അതിലേതാണ്, റബ്ബിൻ്റെ കോപം ഏതിലാണ് എന്ന് നമുക്കറിയില്ല. പഠിക്കേണ്ട ഒരു വിഷയമാണത്. അത് മറ്റൊരു സബ്ജക്റ്റാണത്. അവിടെ അത് ഉലമാക്കൾ ചർച്ച ചെയ്തിട്ടുണ്ട്. മിൻ സഖത്തില്ല, പടച്ച റബ്ബിന് കോപമുണ്ടാക്കുന്ന വാക്ക് നിങ്ങളതിന് പരിഗണന കൊടുക്കൂല. അപ്പോൾ അത് മനുഷ്യൻ്റെ ഭാഗത്തു നിന്നുള്ള പോരായ്മയാണത്. നമ്മൾ പഠിക്കണം നമ്മുടെ റബ്ബിന് എന്താണ് ഇഷ്ടം, നമ്മുടെ റബ്ബിന് എന്ത് ഇഷ്ടമല്ല എന്ന് പഠിച്ചിട്ടേ നാവ് അനക്കാൻ പാടുള്ളൂ. അങ്ങനെ സംസാരിച്ചാൽ യഹ്വി ബിഹാ ഫീ ജഹന്നം, ആ ഒരൊറ്റ വാക്ക് അയാളെയും കൊണ്ട് നരകത്തിൽ പതിക്കും. ഒരു റിവായത്തുള്ളത് 70 ഖരീഫ, 70 വർഷത്തെ വഴിദൂരം നരകത്തിൻ്റെ അടിയിലേക്ക് പോകും. ഒറ്റ വാക്ക്, ഗൗരവം കൊടുത്തില്ല, അതത്ര വിഷയമല്ല, തമാശയാണെന്ന് വിചാരിച്ചു. റബ്ബിന് ഇഷ്ടമില്ലാത്ത വാക്കാണ്. അള്ളാഹുവിൻ്റെ ആയാത്തുകളിലുള്ള കളിയാക്കൽ അതിലുണ്ടെങ്കിൽ, മുസ്ലിമീങ്ങളെ കളിയാക്കൽ അതിലുണ്ടെങ്കിൽ, പ്രവാചകനെ കളിയാക്കൽ അതിലുണ്ടെങ്കിൽ, ഖുർആനിനെയോ ഹദീസിനെയോ കളവാക്കുന്ന വാക്കാണെങ്കിൽ നിശ്ചയം നരകത്തിൽ പതിക്കപ്പെടുന്നതാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കണം. അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, ഇന്ന റജുല ലയഅമലുൽ ഹസന, ശരിക്കും ശ്രദ്ധിക്കുക, ഒരു വ്യക്തി സൽക്കർമ്മങ്ങൾ ധാരാളമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. യത്തക്കിലു അലൈഹ, അയാൾ അതിലാണ് അവലംബിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമസ്കാരമുണ്ട്, നോമ്പുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. വയഅമലുൽ മുഹഖറാത്ത്, എന്നാൽ ചെറിയ ചെറിയ തെറ്റുകളൊക്കെ ആ വ്യക്തി അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുമുണ്ട്. നോമ്പും അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുമുണ്ട്. ഹത്താ യഅതിയല്ലാഹ വഖദ് അഖ്തറതു, അങ്ങനെ റബ്ബിൻ്റെ അടുക്കൽ എത്തുമ്പോൾ ഈ ചെറുതെല്ലാം ആ വ്യക്തിയുടെ സൽക്കർമ്മങ്ങളെ നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട്, അയാളെ നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട്. എന്നാൽ വ ഇന്ന റജുല ലയഅമലു സയ്യിഅ, വലിയ പാപങ്ങൾ ചെയ്യുന്ന ആളുകൾ, തെറ്റുകൾ ചെയ്യുന്ന ആളുകൾ, ഫയഫറഖു മിൻഹാ ഹത്താ യഅതിയല്ലാഹ ആമിന, പക്ഷേ താൻ ചെയ്തത് വലിയ തെറ്റാണെന്ന് മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ് തൗബ ചെയ്താൽ നിർഭയനായി റബ്ബിൻ്റെ മുന്നിലെത്തും. കാരണം പലപ്പോഴും ആളുകളെ ചെറിയ തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് അവരുടെ സൽക്കർമ്മങ്ങളാണ്. കാരണം ഞാൻ നമസ്കാരവും നോമ്പൊക്കെ ഉള്ള ഒരാളല്ലേ, അപ്പോൾ എനിക്കിങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും വലിയൊരു വിഷയമല്ല, അതൊക്കെ ഈ നന്മകൾ കൊണ്ട് അതൊക്കെ അങ്ങ് മാഞ്ഞു പോകും. അങ്ങനെ പിശാച് പല നിലക്കുമുള്ള വ്യാമോഹങ്ങൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ സൽക്കർമ്മം ചെയ്യുന്ന ആളുകൾ ധാരാളമായി എന്ത് ചെയ്യുന്നു, ചെറിയ പാപങ്ങൾ ചെയ്യുകയും അതിൽ ശ്രദ്ധ കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നു. എന്നാൽ പാപികളാകട്ടെ ഒരു നാൾ അവർ തൗബ ചെയ്ത് മടങ്ങുകയും നിർഭയരായി റബ്ബിൻ്റെ മുന്നിലെത്തുകയും ചെയ്യുന്നു. അതുകൊണ്ട് ചെറിയ പാപങ്ങളെ നാം വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ്.